ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ ആവശ്യത്തിനായിട്ട് ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് തൈരും ഒരു പാവയ്ക്ക ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാവയ്ക്കെല്ലാം ഒന്ന് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതാ പാവയ്ക്കൊക്കെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുവെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്കയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഞാൻ പാവയ്ക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാണ്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു പാവയ്ക്ക ഒന്ന് വെന്ത് കിട്ടുന്ന ടൈം മാത്രമേ ആവശ്യമുള്ളൂ. ഇതാ നമ്മൾ പാവയ്ക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ. ഇതെല്ലാം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയപ്പോഴത്തേക്കിന് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ച് കൊടുക്കാവൂ. തൈര് കട്ടയില്ലാത്ത തൈരാണെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കുക. കട്ടയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിൽ ഒന്ന് കറക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ ഒരു മിക്സിയുടെ ജാറ് അല്പം ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആക്കി വരണ്ട. ഈ ഒരു പരുവത്തിൽ മാത്രമായി കിട്ടിയാൽ മതി. ഇനി ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കോളും. ഈ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മണമാണ് ഈ ഒരു കറിക്ക്. ഒരു മണം കിട്ടണമെന്നുണ്ടെങ്കിലാണ് ഈ ഉലുവാപ്പൊടി ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉലുവാപ്പൊടി ഇടുമ്പോഴേക്കും നല്ലൊരു മണവും ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ കയ്പറിയേ ഒന്നും ചെയ്യില്ല. കുട്ടികളൊക്കെ കഴിക്കാത്ത കുട്ടികളും ഇതൊന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.